ഹലോ ഗായ്സ്, നമ്മുടെ പ്ലാവയിലെ ചക്ക ഇടുന്നതിൻ്റെ ഒരു കുഞ്ഞു വീഡിയോയാണ്. അപ്പോൾ ചക്കയൊക്കെ ഇഷ്ടമുള്ളവരൊക്കെ ഓടി വായോ. അപ്പോൾ അച്ഛൻ രാവിലെ പോയി ഒരു ചേട്ടനെ വിളിച്ചുകൊണ്ട് വന്നു ചക്ക ഇടാനായിട്ട്. ആ ചേട്ടൻ മരത്തെ കയറിയേക്കുവാണ്. നമ്മുടെ ചക്ക എല്ലാം അങ്ങ് മുകളിലായിരുന്നു. അതുകൊണ്ട് നമുക്ക് തോട്ടി കെട്ടിയൊന്നും ചെത്തിയിടാൻ പറ്റുന്ന പാകത്തിലല്ല. ഈ കിടക്കുന്നതൊക്കെ തോട്ടി കെട്ടി ഇടാനായിട്ട് പറ്റുവേ. ബാക്കി മുകളിൽ കിടക്കുന്നതൊക്കെ ഷീറ്റിൻ്റെ മണ്ടയിൽ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ പോയി വിളിച്ചുകൊണ്ട് വന്നതാണ് ഒരു ചേട്ടനെ. അച്ഛൻ എന്തായാലും ചാക്കൊക്കെ എടുത്തുകൊണ്ട് വരുവാണ്. ഇതാണ് കേട്ടോ അച്ഛ, കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞായിരുന്നു ഞാൻ കാണിക്കുന്നത്. അച്ഛൻ എറണാകുളത്തിന് പോയിട്ട് വന്നതാണ്. ഇനിയിപ്പോൾ നാളെ വീണ്ടും പോവുകയാണ്. ഇനിയും കുറച്ച് ദിവസം കഴിഞ്ഞേ വരുള്ളൂ. അപ്പോൾ ചക്കയൊക്കെ ഇട്ട് അങ്ങോട്ടും കൊണ്ടുപോകാനും എല്ലാം വേണ്ടി ഇടുവാണ്. അപ്പോൾ നമ്മുടെ 3 രീതിയിലാണ് ഇടുന്നത്. ആദ്യമേ ചക്ക ഇങ്ങനെ ഒന്ന് കെട്ടി ഇറക്കുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് കിച്ചുകൂട്ടം കാണാൻ വേണ്ടി തന്നെ അച്ഛച്ച ചെയ്യുന്നതെന്ന് നോക്കാൻ വേണ്ടി ഓടിപ്പോയേക്കുവാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ചാക്ക് കെട്ടി കൊടുത്ത് വിട്ടേക്കാൻ പറഞ്ഞു. അപ്പോൾ ചാക്ക് കെട്ടി മുകളിലോട്ട് കൊടുത്ത് വിടുവാണ്. അങ്ങനെ ചാക്ക് പോകുന്നത് കണ്ടോ. ഇതൊക്കെ കാണാൻ ഇഷ്ടമുള്ളവരൊക്കെ ഇത് കാണണം കേട്ടോ. ചക്ക കിട്ടാത്ത ആൾക്കാരൊക്കെ കാണുമല്ലോ, അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടേക്കുന്നത്. പിന്നെ നമ്മുടെ ഹോം ടൂറിൻ്റെ വീഡിയോയ്ക്കകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചക്ക ഇടുന്ന സമയത്ത് വീഡിയോ ഒക്കെ എടുത്തിട്ട് കാണിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇഷ്ടമുള്ള ആൾക്കാർക്കൊക്കെ ഇത് കാണാവേ. എന്നിട്ട് അടുത്തത് ചാക്കിനകത്ത് ചക്ക വരുന്നു. അതും അച്ഛൻ പോയി പിടിച്ചപ്പം കിച്ചുകൂട്ടന് ഓടിപ്പോവാണ്. ഇത് തന്നെ ചാക്കിനകത്ത് വന്നേക്കുന്നതെന്ന്. കിച്ചുവും കാശി എല്ലാവരും അച്ഛമ്മയും ഞാനും എല്ലാവരും കൂടെയാണ് ഇതെല്ലാം കാണാൻ വേണ്ടി നിന്നത്. അങ്ങനെ വേണ്ട നമ്മുടെ ചക്ക വീണ്ടും അടുത്ത ട്രിപ്പ് വരുന്നുണ്ട്. അങ്ങനെ ചക്കയെല്ലാം ഇടുവാണ്. അച്ചയ്ക്ക് അവിടെ ഞാൻ ഇന്നാളെ പറഞ്ഞില്ലായിരുന്നു, അച്ചയുടെ ഒരു ഫ്രണ്ടിൻ്റെ വൈഫ് മരിച്ചായിരുന്നു. അപ്പം കുറച്ച് ദിവസം കൂടെ അച്ചയ്ക്ക് അങ്ങോട്ട് പോകണേ. അപ്പം അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും എല്ലാം വേണ്ടിയിട്ടാണ്. പിന്നെ എൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോകാനും അങ്ങനെയൊക്കെ ഇട്ടേക്കുവാണ്. ഇത് ലാസ്റ്റത്തെ നമ്മുടെ രീതിയാണ് എറിഞ്ഞിടുന്നത്. അത് കണ്ടോ ഗായ്സ്, ആ ചേട്ടൻ എന്ത് ഇതിലാണ് ചക്ക എറിഞ്ഞിടുന്നത്. ഒരു സൈസ് ഒരു കമ്പി പോലത്തെ സാധനം കൊണ്ടാണ് ഇടുന്നത്. പക്ഷേ അത് ചെറുതായിട്ടൊന്ന് വാളിപ്പോയായിരുന്നു. അതൊന്ന് ഉടക്കി. അത് കഴിഞ്ഞ് പിന്നെ ആ ചേട്ടൻ വീണ്ടും പ്ലാവയെ കയറിയിട്ട് പിന്നെ അത് എടുത്തിട്ടാണ് വീണ്ടും എറിഞ്ഞിട്ടത് കേട്ടോ. നല്ല രസമാണ് ഇതൊക്കെ കാണാൻ വേണ്ടി. അപ്പോൾ ഇതൊക്കെ കാണാൻ ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ചക്ക കിട്ടാത്ത ആൾക്കാരും ചക്ക തിന്നാൻ ഇഷ്ടമുള്ള ആൾക്കാരും എല്ലാവരും ഒന്ന് ലൈക്കും കമൻറ്റും എല്ലാം ചെയ്തേക്കണേ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഇനിയെങ്കിലും ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ടും ചെയ്യണേ. അങ്ങനെയാണ് ചേട്ടൻ ചക്കയെല്ലാം ഇട്ടു. കയറെല്ലാം കെട്ടി പോകാൻ ഒരുങ്ങുവാണ് കേട്ടോ. ഇത്രയും ചക്കയാണ്. പിന്നെ നമ്മുടെ അപ്പുറത്ത് വീണേക്കുന്നതെല്ലാം എടുക്കാനായിട്ടുണ്ട്. അപ്പോൾ ഒരെണ്ണം അതിനിടയ്ക്ക് നമ്മുടെ ഷീറ്റിൻ്റെ മണ്ടയിലോട്ട് വീണില്ല, അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് വീണിട്ടുണ്ടായിരുന്നു. വാടിയതാണെന്ന് പറഞ്ഞ ചേട്ടൻ കെട്ടുന്നതിനിടയ്ക്ക് അപ്പുറത്തെ സൈഡിൽ നിന്ന് വിട്ടു പോകുന്ന. അപ്പോഴത്തേ നമുക്ക് ഇനിയും ഉണ്ട് കേട്ടോ ചക്ക. ഉണ്ടായി വരുന്നതും ഉണ്ട്, മൂത്ത് വരുന്നതും എല്ലാം ഉണ്ട്. അച്ഛൻ അന്നേരം നാളെ കൊണ്ടുപോകാൻ വേണ്ടി എല്ലാം ചക്കയെല്ലാം അടുത്തുവാണ്. നമ്മൾ വേവിക്കുന്നതിൻ്റെയൊക്കെ വേവിച്ച വീഡിയോ ഒക്കെ ഇടാൻ കേട്ടോ പുറകെ. അപ്പോഴത്തേ നമ്മുടെ ചക്കക്കുട്ടന്മാരെല്ലാം നല്ല റെഡിയായി വന്നിട്ടുണ്ട്. ഇതേ അടുത്ത് ഞാനിപ്പോൾ പെറുകിപ്പോയി തിന്നാൻ വേണ്ടിയിട്ട് പോയി എടുത്തുകൊണ്ട് വന്നതാണ് ഈ ചക്ക. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പച്ചച്ചക്ക തിന്നാൻ. അങ്ങനെ ചക്ക തിന്നാൻ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്തേക്കണേ. അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ കാണാം.